സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 8-ാം വാക്യം. മകനെ, അപ്പൻ്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയരുത്. പ്രിയമുള്ളവരെ, ഒരു മകൻ്റെയോ മകളുടെയോ ജീവിതത്തിൽ അപ്പൻ്റെയും അമ്മയുടെയും സ്ഥാനം എന്താണെന്നുള്ളതും വളരെ വ്യക്തമായി ഈ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു. അപ്പൻ്റെ പ്രബോധനത്തെ വഴിവിട്ട് നടക്കുകയും അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും ചെയ്താൽ ആ തലമുറ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടുകയില്ല. അപ്പനോ അമ്മയോ എത്ര മോശപ്പെട്ടവരാണെങ്കിലും അവരുടെ ഉപദേശം തലമുറകളെ അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ളതാണ്. അമ്മയുടെ ഉപദേശം തലമുറകളെ അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ളതാണ്. അതിൽ നിന്നും വഴിവിട്ട് ആരെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ താഴുക, സ്വയം സമർപ്പിക്കുക. അനുഗ്രഹം നിങ്ങളുടെ പിന്നാലെ വരും. നന്മയും കരുണയും നിങ്ങളുടെ ജീവിതകാലമൊക്കെയും നിങ്ങളെ പിന്തുടരും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഉപദേശങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് പ്രാപിപ്പാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. അതിന് വേണ്ടുന്ന കൃപ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.